ഹായ്. ഈ ദോശക്കല്ല് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഞാൻ ഒരിക്കലും ഇത് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഇനി മുതൽ ഈ ദോശക്കല്ലിലാണ് ഞാൻ ദോശ ചുടുകയെന്ന് പറഞ്ഞിട്ട്. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഒത്തിരി ദോശയൊക്കെ ചുട്ടു. ഞാൻ ഉപയോഗിക്കാണ്ട് കുറച്ച് നാളായി, ഇത് മേടിച്ചിട്ടും കുറച്ചായല്ലോ. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. പണ്ടത്തെ തനിതായ സ്റ്റൈലിൽ ദോശ ചുട്ട് കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇതറിയാലോ, ഞാൻ എല്ലാം പഴയ ടൈപ്പിലേക്ക് പോയതെന്ന് വെച്ചാൽ വാഴയിലേൻ്റെ തണ്ടില്ലേ, അത് നമ്മളിങ്ങനെ ഉടച്ചടച്ചെടുത്തിട്ടാണ്. പക്ഷേ ഇച്ചിരി ഉണങ്ങിയൊക്കെ ഇപ്പം ഞാൻ കുറേയായി ഉപയോഗിക്കുന്നു. ഇത് വെട്ടാൻ വേണ്ടിയിട്ട് ആൻറ്റീൻ്റെ വീട്ടിലൊക്കെ പോകണം. ഇനി അതിന് ടൈം കിട്ടുമ്പോൾ പോയി വെട്ടിക്കൊണ്ട് വരണം. അടിപൊളി ദോശയാണ്, ഭയങ്കര ടേസ്റ്റാണ്. പിള്ളേരൊക്കെ പറയാം നല്ല ടേസ്റ്റ് ഉണ്ടമ്മേ ഇപ്പം ചുടുന്ന ദോശയ്ക്ക്. അപ്പം ഞാൻ പറഞ്ഞ് ഇതാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ കഴിച്ചുകൊണ്ടിരുന്ന ദോശ. അത് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ദോശക്കല്ല് വാങ്ങിച്ചത്. അടിപൊളി സോഫ്റ്റാണ്, പഞ്ഞി പോലെ ദോശ ഇരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാവേ. അങ്ങനെ ഇതായിട്ടുണ്ടേ, നമുക്ക് നോക്കാമല്ലോ. വാവ്, കണ്ട നല്ല സോഫ്റ്റ്. നമ്മളിനി കിട്ടില്ല, നല്ല സുഖമായിട്ട് കിട്ടും. പണ്ട് വിചാരിക്കുന്നതിനകത്ത് കിട്ടില്ല, നോൺ സ്റ്റിക്കിലേ കിട്ടും. പക്ഷേ ഇതിൽ അടിപൊളിയായിട്ട് കിട്ടും. നല്ല പഞ്ഞി പോലെയാണ് ദോശ. എല്ലാവരും ഇങ്ങനത്തെയൊക്കെ മേടിച്ചാലേ ഇടയ്ക്കിടയ്ക്ക് ദോശക്കല്ല് മാറ്റുമൊന്നും വേണ്ട, നമുക്കിതിൽ തന്നെ ചുടാം. അടിപൊളിയില്ല, ആ ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമില്ലേ. അങ്ങനെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്, കണ്ടോ. എല്ലാം നല്ല സെറ്റായിട്ടുള്ളത് കാണുമ്പോൾ തന്നെ അറിഞ്ഞിട്ട് നല്ല സോഫ്റ്റാന്ന്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഓക്കെ, ഇതുപോലെ ഒന്ന് ഈ ചട്ടി വാങ്ങിച്ചിട്ട്, ഇരുമ്പിൻ്റെ ചട്ടി വാങ്ങിച്ചിട്ട് ഇത് നിങ്ങൾ ചെയ്യാൻ നോക്കണം കേട്ടോ. അടിപൊളി ലുക്ക്, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് കഴിക്കും തോറും പിന്നെ ദോശ കഴിക്കാൻ തോന്നും. ഓക്കെ, ഞാനിത് പൂർത്തിയാക്കട്ടെ ഫുള്ള്.